കോൺഗ്രസിൽ ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വധഭീഷണി. പറഞ്ഞു വരുന്നത് കോൺഗ്രസിൽ ചേർന്ന ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് വന്ന വധഭീഷണിയെ കുറിച്ചാണ്. അന്താരാഷ്ട്ര നമ്പറിൽ നിന്നും വാട്സാപ്പിൽ ഭീഷണി സന്ദേശം ലഭിച്ചതായി പൂനിയ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് വിട്ടില്ലെങ്കിൽ അനന്തരഫലം അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളാൻ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഞായറാഴ്ചയാണ് പൂനിയയ്ക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. സോനിപത്തിലെ ബാൽഗഡ് പോലീസ് സ്റ്റേഷനിൽ പൂനിയ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബജ്രംഗ്, കോൺഗ്രസ് വിടുന്നതാവും നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത്. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ഞങ്ങൾ ആരാണെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങളെ കാണിച്ചു തരും. എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടോളൂ. ഇത് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നായിരുന്നു ആ വധഭീഷണി. അതിനിടെ ബജ്രംഗ് പൂനിയയ്ക്കും വിനേഷ് ഫോഗട്ടിനുമെതിരായി പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനോട് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. ഇരുവരും കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെ ബ്രിജ്ഭൂഷൺ നടത്തിയ പ്രസ്താവനകൾ ഹരിയാനയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ BJPക്കെതിരായ വികാരമുണ്ടാക്കിയെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ബ്രിജ്ഭൂഷണിനോട് സംസാരിച്ചതായാണ് വിവരം. ബുദ്ധിപൂർവമായ മൗനം ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാണ് നദ്ദ ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നത്. റെയിൽവേയിൽ നിന്ന് രാജിവെച്ചായിരുന്നു ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനം. പിന്നാലെ വിനേഷ് ഫോഗട്ടിനെ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജൂലാന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ബജ്രംഗ് പൂനിയയെ കിസാൻ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റായും നിയമിക്കുകയുണ്ടായി. അതേസമയം ഹരിയാനയിലെ ജിങ് മേഖലയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് 2 ദിവസത്തിന് ശേഷമാണ് വിനേഷ് ഫോഗട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1 മാസം മാത്രമുള്ളപ്പോഴാണ് വിനേഷ് ഫോഗട്ട് ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്കൊപ്പം കോൺഗ്രസിൽ ചേർന്നത്. രാജ്യം വിടേണ്ടി വരുമെന്ന് കരുതിയപ്പോൾ കരുത്തു തന്നത് പ്രിയങ്ക ഗാന്ധിയായിരുന്നുവെന്ന് അംഗത്വം സ്വീകരിച്ച ശേഷം വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നു. താൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഗുസ്തിയിലൂടെയാണെന്നും കോൺഗ്രസിന് നന്ദി പറയുന്നുവെന്നും വിനേഷ് പറയുകയുണ്ടായി. ഹരിയാനയിലെ 90 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ 5-നാണ്. സെപ്റ്റംബർ 12-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. വോട്ടെണ്ണൽ ഒക്ടോബർ 8-ന് നടക്കും.